നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല വെള്ളിയങ്കല് ഭാരതപ്പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കാണപ്പെട്ട മൃതദേഹത്തെക്കുറിച്ച് ഒരു ദിവസം പിന്നിട്ടിട്ടും വിവരങ്ങളൊന്നും ലഭ്യമായില്ല. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് തടണയിൽ മൃതദേഹം ഒഴുകി വരുന്ന നിലയിൽ കാണുന്നത്. ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് പുഴയുടെ അതിശക്തമായ കുത്തൊഴുക്കിൽ ശരീരം പാലത്തിനടിയിലൂടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒഴുകി പോവുകയായിരുന്നു. ഒഴുകിപ്പോയ മൃതദേഹം കണ്ടെത്താൻ ഒരു ദിവസം പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ല. അതേസമയം തിരുനാവായ ഭാഗത്ത് അജ്ഞാത മൃതദേഹം ലഭിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ പുതിയ റോഡ് വാഹനാപകടം. KSRTC ബസ്സിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു അപകടം. ഒരാൾക്ക് പരിക്കുപറ്റി. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ പുതിയ റോഡിന് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ് KSRTC ബസ്സിന് പിറകിലിടിച്ചായിരുന്നു അപകടം. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരന് പരിക്കുപറ്റി. പരിക്ക് ഗുരുതരമല്ല. പട്ടാമ്പി ഭാഗത്തുനിന്നും പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. പുതിയ റോഡിന് സമീപം എതിരെ വന്ന കാറിനെ കണ്ട് KSRTC ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയായിരുന്നു. ഇതിനിടെയാണ് പിറകിൽ വന്ന സ്വകാര്യ ബസ് KSRTC ബസിന്റെ പിറകിലിടിച്ചത്. പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ്. ബസ്സിലെ യാത്രക്കാരനാണ് പരിക്ക് പറ്റിയത്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയിൽ തൃത്താല കൂറ്റനാട് റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. ആടുവളവ് ഭാഗത്താണ് റോഡ് വലിയ തോതിൽ വിണ്ടുകയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആടുവളവ് സ്റ്റോപ്പിന് സമീപത്ത് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം അടച്ചുവെങ്കിലും ഇതിന് സമീപത്തായാണ് റോഡിൽ വലിയ തോതിൽ വിള്ളലുകൾ വീണത്. റോഡിലെ ഓവുപാലത്തിനോട് ചേർന്നാണ് റോഡ് പല ഭാഗങ്ങളിലായി വിണ്ടുകയറിയത് എന്നതിനാൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഭാരം കൂടിയ വാഹനങ്ങൾ ഈ ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡ് ഇടിഞ്ഞു താഴാനുള്ള സാധ്യത ഏറെയാണ്. മഴ കൂടുതൽ കനക്കുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതയും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ തകർച്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. വലിയ അഴിമതിയാണ് റോഡിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നതെന്നും റോഡിന്റെ വിഷയത്തിൽ മന്ത്രി MP രാജേഷ് നിലപാട് വ്യക്തമാക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ പടിഞ്ഞാറെ കൊടുമുണ്ട ഭാഗത്താണ് വലിയ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശം 100 മീറ്ററിലധികം വിണ്ടുകീറിയ നിലയിലാണ്. ഈ ഭാഗത്തിലൂടെയുള്ള ഗതാഗതം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. റോഡ് തകർച്ച KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം സന്ദർശിച്ചു. വലിയ അഴിമതിയാണ് ഈ പാതയുടെ നവീകരണത്തിൽ നടത്തിയിരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. റോഡിന്റെ വിഷയത്തിൽ മന്ത്രി MP രാജേഷ് നിലപാട് വ്യക്തമാക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പൊന്നാനിയിൽ ഇരുന്നു കൊണ്ട് ഇതിന് 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകുന്നത്. അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി തുകയുടെ ഭരണാനുമതി എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അങ്ങനെ 1 കോടി രൂപയുടെ ഒരു അനുമതി നൽകി അത് ടെൻഡർ ചെയ്ത് ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയും പിന്നീട് അതേ കരാറുകാരന് തന്നെ യാതൊരു ടെൻഡറുമില്ലാതെ വീണ്ടും 1 കോടി രൂപയുടെ തന്നെ വർക്ക് വാട്ടർ അതോറിറ്റി ഇവിടെ പൈപ്പ് ലൈൻ കീറുന്നതിന് വേണ്ടി അതിന്റെ റെസ്റ്റോറേഷന് വേണ്ടി നൽകിയ തുക എന്ന രീതിയിൽ ഇതേ റോഡിന് വേണ്ടി വീണ്ടും അനുവദിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 1.5 കോടി രൂപ വാട്ടർ അതോറിറ്റി ഈ നിലയിൽ ഇതിന്റെ റെസ്റ്റോറേഷന് വേണ്ടി നേരത്തെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കൈമാറിയിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് തീരദേശ പരിപാലന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയുടെ ഫണ്ട് ഇതിനു വേണ്ടി അനുവദിച്ചത്. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു ദുരൂഹത തുടങ്ങുകയാണ്. എന്തിനാണ് ടെൻഡർ ഇല്ലാതെ ഈ നിലയിൽ വീണ്ടും 1 കോടി രൂപ ഇതിന് നൽകിയത് എന്നുള്ളത്. അതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ പലതവണ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ആവശ്യത്തിന് GSBയും വെറ്റ്മിക്സും ഒന്നും ഇല്ലാതെയാണ്, ആവശ്യത്തിനുള്ള കനത്തിൽ അത് ഇടാതെയാണ് ഈ പണി നടക്കുന്നത്. ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് ഇടവരുത്തും, ഗുണനിലവാരം കുറഞ്ഞ പണിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ സൂപ്പർവൈസിംഗിന് വേണ്ടി വന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പറഞ്ഞതായിട്ട് ഇവർ നാട്ടുകാർ പറയുന്നത് അതിന് ഫണ്ട് കുറവാണ്, അതുകൊണ്ട് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതാണ്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രവൃത്തികൾ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ടെൻഡർ ഇല്ലാതെയാണ് 1 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി നൽകിയത്. ഇതിലൂടെ വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും VT ബൽറാം കുറ്റപ്പെടുത്തി. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ വന്നിട്ടുള്ള പാകപ്പിഴകളെക്കുറിച്ചും അതിന്റെ അഴിമതിയെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരടക്കം ഇതും ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെ സമീപിക്കുകയും മറ്റ് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ജനങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വിവിധ മാധ്യമങ്ങളിൽ ഇത്
നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും സ്വീകരിക്കാനോ മന്ത്രി എം ബി രാജേഷും സർക്കാർ സംവിധാനങ്ങളും തയ്യാറാവാത്തതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ കരാറുകാരന് പണം നൽകിയത് ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മന്ത്രി രാജേഷ് തയ്യാറാവണം. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാർ, പി വി മുഹമ്മദ് അലി ചെമ്പലങ്ങാട് ഉൾപ്പെടെയുള്ള നേതാക്കളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഭാരതപ്പുഴയിൽ ജാഗ്രതാ നിർദ്ദേശം. ഡാമിന്റെ 4 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. മലമ്പുഴ ഡാമിൽ ജൂൺ 1 മുതൽ 30 വരെ റൂൾ കർവ് പ്രകാരം നിലനിർത്തേണ്ട ജലനിരപ്പ് 110.49 മീറ്ററാണ്. നിലവിൽ ഡാമിന്റെ ജലനിരപ്പ് 111.19 മീറ്ററായി ഉയർന്നിട്ടുണ്ട്. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ റൂൾ കർവിൽ ജലനിരപ്പ് നിർത്തുന്നതിനായാണ് മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. കൽപ്പാത്തി പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഷട്ടറുകൾ ഉയർത്തിയതോടെ വെള്ളിയാങ്കല്ല് തടയണയിലും നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. പട്ടിത്തറ പഞ്ചായത്തിന് സമീപം ഓട്ടോറിക്ഷയും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തൃത്താല കക്കാട്ടിരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ തൃത്താല കക്കാട്ടിരി സ്വദേശി ഇല്ലത്ത് വളപ്പിൽ ഉണ്ണിക്കാണ് ഗുരുതര പരിക്കേറ്റത്. പട്ടിത്തറ പഞ്ചായത്തിന് സമീപത്തെ വളവിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ആലൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയും എതിരെ വന്ന ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അൻബോർഡെ തൃത്താല പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല മണ്ഡലത്തിൽ മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോർഡെ തൃത്താലയുടെ ഭാഗമായാണ് പരുതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 29 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലും പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിലും മറ്റുമായാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് മന്ത്രി എം ബി രാജേഷ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ ജോർജ് ജോസഫ് മുഖ്യാതിഥിയാകും. അലോപ്പതി, ആയുർവേദം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളുമായി 100ഓളം ഡോക്ടർമാരും 200ഓളം സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ക്യാമ്പിലുണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് അൻബോർഡെ തൃത്താല എന്നുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നടപ്പാക്കിയ പദ്ധതി ദീർഘസ്ഥായിയായ അസുഖങ്ങൾ കൊണ്ട് അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ കഴിക്കുന്ന മരുന്നുകൾ ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി വിവിധ പഞ്ചായത്തുകളിലായി തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ അൻബോർഡെ തൃത്താലയുടെ 2ാമത്തെ പരിപാടിയാണ് മെഡിക്കൽ ക്യാമ്പ്. ഇതിന്റെ ഭാഗമായി ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ മെയ് 11 കൂറ്റനാട് വെച്ച് നടക്കുകയുണ്ടായി. ഏകദേശം 3000ഓളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ 2ാമത്തെ പ്രവർത്തനമാണ്, 2ാമത്തെ ഘട്ടമാണ് ഈ പരുതൂർ ചാപ്റ്റർ എന്ന നിലയിൽ ഈ നടപ്പാക്കുന്ന മെഡിക്കൽ ക്യാമ്പ്. ഈ വരുന്ന 29-ാം തീയതി പരുതൂർ കോപ്പറേറ്റീവ് ബാങ്കിലും അവിടുത്തെ ലൈബ്രറിയിലുമായി ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഈ ക്യാമ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത് പ്രിയങ്കരനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവர்களാണ്. ഡോക്ടർ ജോസഫ് അദ്ദേഹം പ്രമുഖമായിട്ടുള്ള കാർഡിയോളജിസ്റ്റാണ് EC ഹോസ്പിറ്റലിൽ. അദ്ദേഹം മുഖ്യാതിഥിയാവും ഈ പ്രോഗ്രാമിൽ. 5000ഓളം പേർ നിലവിൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്യാമ്പിലെത്തുന്നവർക്ക് സൗജന്യ മരുന്ന് വിതരണം, ലാബ്, ECG, ECHO പരിശോധനകളും നടത്തും. എറണാകുളം ലിസി ആശുപത്രി, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, തൃശൂർ ദയ, മലങ്കര MES പെരിന്തൽമണ്ണ, മൗലാന ആശുപത്രി, അൽഷിഫ ആശുപത്രി, ജില്ലാ കണ്ണാശുപത്രി, മലബാർ ക്യാൻസർ സെന്റർ, അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, കോമൺ ജില്ലാ ആയുർവേദം തുടങ്ങി കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാകും. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ, M വിജയകുമാർ and P വാസുദേവൻ മെമ്മോറിയൽ പാലിയേറ്റീവ് സൊസൈറ്റി, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ 2 വിഭാഗം, കണ്ണ് അതുപോലെ തന്നെ ദന്തം, പല്ല്, ഈ 2 വിഭാഗം പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിലാണ്. അതിന് മുറ്റത്ത് പന്തലക്കെട്ട് അവിടെയും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ 4 വാഹനങ്ങൾ, മൊബൈൽ യൂണിറ്റ്, ദന്ത പല്ല് വിഭാഗത്തിലായാലും ശരി, അതുപോലെ തന്നെ കണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് മൊബൈൽ യൂണിറ്റുകൾ, വാഹനങ്ങൾ പ്രത്യേകം അവിടെ ഉണ്ടായിരിക്കും. പ്രൊസീജിയേഴ്സ് ഉണ്ട് നടത്താം. സാധാരണ പോലെ വെറും കേവല പരിശോധനയല്ല,
അപ്പോൾ പല്ലുമായി ബന്ധപ്പെട്ടാണ് വെച്ചാൽ പല്ലെടുക്കൽ, കോടടക്കൽ, അങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാൽ ചെയ്യും. കണ്ണുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ റെറ്റിനയുമായി ബന്ധപ്പെട്ട വിദഗ്ധമായിട്ടുള്ള പരിശോധന അവിടെ ലഭ്യമായിരിക്കും. പിന്നെ സർജറി ആവശ്യമുള്ള ആളുകൾക്കുള്ള അതിനുള്ള സൗകര്യം, ആവശ്യം വേണ്ട ആളുകൾക്ക് കണ്ണട ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ മലബാർ ക്യാൻസർ സെന്ററിൽ ഓങ്കോളജി വിഭാഗത്തിൽ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ടീം വരുന്നുണ്ട്. അവരുടെ സേവനം ലഭ്യമായിരിക്കും. ഈ ആയുർവേദ വിഭാഗത്തിലെ ചികിത്സ പൂർണ്ണമായിട്ടും കൊടിക്കുന്നതുള്ള അടികൾ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ആയുർവേദം പൂർണ്ണമായിട്ടും അവിടെ വെച്ചിട്ടാണ് അതിന്റെ ചികിത്സയും മരുന്ന് വിതരണമൊക്കെ നടക്കുന്നത്. ഇതിൽ രജിസ്ട്രേഷൻ, ഈ ക്യാമ്പിലേക്ക് വരുന്ന എല്ലാ രോഗികളുടെയും രജിസ്ട്രേഷൻ നടക്കുന്നത് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ മുറ്റത്ത് വെച്ചിട്ട്. വാർത്താ സമ്മേളനത്തിൽ സഹകരണ സമിതി ഭാരവാഹികളായ ഡോക്ടർ ഇ സുഷമ, പി വി രാമദാസ്, പി സുധീർ, ഡോക്ടർ കെ സൂര്യനാരായണൻ, കെ സി അലിഖ്ബാൽ, പി കെ ചെല്ലുക്കുട്ടി, ടി സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ആലൂർ ഒരുമ ജനകീയ കൂട്ടായ്മയുടെ 10ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലൂർ GLP സ്കൂൾ ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്യും. ഒരുമ സെക്രട്ടറി സജിത്ത് പണിക്കർ അധ്യക്ഷനാകും. സിനിമാ സംവിധായകനും സാഹിത്യകാരനുമായ റഷീദ് പാറക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ പട്ടിത്തറ കൃഷിഭവന്റെ കീഴിലുള്ള മികച്ച പാടശേഖര സമിതിക്ക് ആലൂർ യുവജന വായനശാലയും ആലൂർ ഒരുമയും സംയുക്തമായി നൽകുന്ന VV മാധവൻ പുരസ്കാരം കക്കാട്ടിരി പാടശേഖര സമിതിക്ക് സമർപ്പിക്കും. പ്രേംകുമാർ മേനകത്ത് VV മാധവൻ അനുസ്മരണം നടത്തും. പഞ്ചായത്തിലെ SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മെമ്മന്റോ നൽകും. നാടിന്റെ അഭിമാനമായ സിനിമാ ബാലതാരങ്ങളായ മിയ, മിഖ, തമ്പുരു എന്നിവർക്ക് ഒരുമ മികവ് 2025 പുരസ്കാരം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2015 സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട പട്ടിത്തറ പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് ആലൂർ ഒരുമ. നാടിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഈ കൂട്ടായ്മ സാംസ്കാരിക, പരിസ്ഥിതി, വിദ്യാഭ്യാസ, കലാകായിക, ആരോഗ്യ, സാന്ത്വന പരിചരണ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായി സുത്യർഹമായ സേവനങ്ങൾ ചെയ്തു വരികയാണ്. ആലൂർ ഒരുമ പ്രസിഡന്റ് നിസാർ, സെക്രട്ടറി സജിത്ത് പണിക്കർ, AP കുഞ്ഞപ്പ, MK മോഹൻകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2015 നമ്മൾ തുടങ്ങി. 2018 പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കൂടി തുടങ്ങാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ആ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കൂടി നമ്മളിവിടെ ഈ ഒരുമയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ 10ാം വാർഷികത്തിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു VV മാധവൻ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം കൊടുക്കാറുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മളെ വായനശാല ചെയർമാനും ആലൂർ ഒരുമ പാലിയേറ്റീവ് കൺവീനറുമായിട്ടുള്ള, എങ്കിലും അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തവണ നമ്മളതൊരു പാടശേഖര സമിതിക്ക്, അതായത് ഒരു പട്ടിത്തറ കൃഷിഭവന്റെ കീഴിലുള്ള ഏറ്റവും മികച്ച പാടശേഖര സമിതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചുള്ള മധ്യമേഖലാ ജാഥയ്ക്ക് കൂറ്റനാട് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ 9 ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കും. പണിമുടക്കിന്റെ ഭാഗമായി AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി ക്യാപ്റ്റനും, CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ വൈസ് ക്യാപ്റ്റനും, TUCI സംസ്ഥാന ജനറൽ സെക്രട്ടറി TB മിനി മാനേജരായുള്ള മധ്യമേഖലാ സംസ്ഥാന ജാഥ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ CP മുരളി, വൈസ് ക്യാപ്റ്റൻ M ഹംസ, മാനേജർ TB മിനി എന്നിവർ സംസാരിച്ചു. CITU ഡിവിഷൻ സെക്രട്ടറി PR കുഞ്ഞുണ്ണി സ്വാഗതവും TK കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച ഒഴിവ് കിട്ടിയാൽ ഭാര്യയും ഭർത്താവും, തൊഴിലാളികളായ ഭാര്യയും ഭർത്താവും എല്ലാം മുഖത്തോട് പോകാൻ നോക്കിയിരിക്കുക. എന്താ നിങ്ങൾ ചെയ്യുക? ആ സമയത്ത് നിങ്ങൾക്ക് അധ്വാനിച്ചുകൂടെ, തൊഴിലെടുത്തുകൂടെ? ഒരു 70 മണിക്കൂറെങ്കിലും ഒരു തൊഴിലാളി ശരാശരി അധ്വാനിക്കണം. മുതലാളിമാരുടെ ഭാഗത്തു മുഴുവൻ ആ വാദം ഉയർന്നു വരികയായി. അതിനോട് കൂട്ടുപിടിക്കുന്നത് സാങ്കേതിക വിദ്യയെയും യന്ത്രവൽക്കരണത്തെയുമാണ്. പഴയതുപോലെയൊന്നും അധ്വാനിക്കണ്ടല്ലോ. യന്ത്രങ്ങളില്ലേ, റോബോട്ടുകളില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലേ? പെരിങ്ങോട് ALP സ്കൂളിൽ പഠനവും രക്ഷിതാക്കളും എന്ന പേരിൽ ശില്പശാല നടത്തി. തൃത്താല AEO K പ്രസാദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മുൻ കരിക്കുലം കമ്മിറ്റി അംഗവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ KT രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. പഠനവും പാഠപുസ്തകവും എന്ന വിഷയത്തിൽ പാഠപുസ്തക രചയിതാവായ ഡോക്ടർ രമേശൻ കടൂർ വിശദീകരണം നടത്തി. തുടർന്ന് രക്ഷിതാക്കളുമായി ചർച്ച നടന്നു. PTA പ്രസിഡന്റ് ത്യാഗരാജൻ അധ്യക്ഷനായി. LP സ്കൂൾ പ്രധാനാധ്യാപകൻ T രാജീവ് സ്വാഗതവും SRG കൺവീനർ ഭരതരാജൻ നന്ദിയും പറഞ്ഞു. 200ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.